ഹാജത്ത് നമസ്കാരം സലാത്തുൽ ഹാജ എന്നത് ഒരാവശ്യത്തിനോ വിഷമത്തിനോ പരിഹാരം തേടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതാണ്, അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നതാണ് ഹാജത്ത് നമസ്കാരം. പ്രിയ സഹോദരങ്ങളെ, ജീവിതത്തിൽ ചില സമയങ്ങളിൽ എല്ലാ വഴികളും അടഞ്ഞു പോയതുപോലെ തോന്നാം. നമ്മുടെ ജീവിതത്തിൽ പ്രധാന കാര്യം നടക്കാനുണ്ട്, പ്രധാനമായ ആഗ്രഹം നടക്കാനുണ്ട്. ഒരു പക്ഷേ അത് നടക്കുന്നില്ല. അത് നടന്നേ മതിയാവൂ. അത് നടന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ വഴിമുട്ടിപ്പോകുന്ന അവസ്ഥ വരുന്ന അവസ്ഥയിലാണ് ഹാജത്ത് നമസ്കാരം നമസ്കരിക്കാനുള്ളത്. നമ്മളൊരു ജോലിക്ക് പോകുമ്പോൾ ആ ജോലി നമുക്ക് കിട്ടിയേ പറ്റൂ. ഒരു വിസ വരുമ്പോൾ ആ വിസ നമുക്ക് കിട്ടിയേ പറ്റൂ. മക്കളില്ലാത്തവർക്ക്, നമ്മുടെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക്, കടം, കുടുംബ പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൊക്കെ നമുക്ക് ആ പ്രശ്നങ്ങളെല്ലാം മറികടന്നേ പറ്റൂ എന്ന അവസ്ഥ വരുമ്പോഴാണ് ഹാജത്ത് നമസ്കാരം നമസ്കരിക്കാനുള്ളത്. അത്തരം സമയങ്ങളിൽ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥന നിർവഹിക്കാനുള്ള ദുആ ചെയ്യുവാനുമുള്ള ഒരു നമസ്കാരമാണ് ഹാജത്ത് നമസ്കാരം. ഹാജത്ത് നമസ്കാരം എപ്പോഴും വേണമെങ്കിലും നിസ്കരിക്കാവുന്നതാണ്. സമയപരിധിയില്ല. രാത്രിയിലോ പകലോ എപ്പോഴും വേണമെങ്കിലും ചെയ്യാൻ. ഒദു എടുത്ത് ശുദ്ധിയോടെ ഖിബിലയ്ക്ക് നേരെ നിൽക്കുക. മനസ്സിൽ അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഹാജത്ത് നമസ്കാരം 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം അല്ലാഹു തആലയ്ക്ക് വേണ്ടി നിർവഹിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക. തുടർന്ന് തക്ബീർ ചൊല്ലി നമസ്കാരം ആരംഭിക്കുക. വജ്ഹത്ത് ഓതിയതിന് ശേഷം ഫാത്തിഹ ഓതുക. ഫാത്തിഹ ഓതിയതിന് ശേഷം ആദ്യത്തെ റക്അത്തിൽ സൂറത്തുൽ കാഫിറൂൻ ഓതുക. എല്ലാ നമസ്കാരവും നിർവഹിക്കുന്നത് കണക്ക് ചെയ്യുക. 2ാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതിയതിനു ശേഷം സൂറത്തുൽ ഇഖ്ലാസ് ഓതുക. 2 റക്അത്തും ഇതുപോലെ പൂർത്തിയായതിനു ശേഷം സലാം വീട്ടുക. നമസ്കാര ശേഷം അള്ളാഹുവിനോട് സ്തുതിക്കുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുക. സ്വലാത്ത് ചൊല്ലിയതിന് ശേഷം തുടർന്ന് വിനയത്തോടും പൂർണ്ണ വിശ്വാസത്തോടും നമ്മുടെ ആഗ്രഹം അള്ളാഹുവിനോട് ദുആ ചെയ്യുക. നിങ്ങളുടെ ഹൃദയത്തിലുള്ളത് തുടർന്ന് പറയുക. അള്ളാഹുവിനോട് തുറന്ന് പറയുക. അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. ദുആ ചെയ്യുമ്പോൾ അള്ളാഹുൽ നല്ല പ്രതീക്ഷയും ക്ഷമയും പുലർത്തുക. ഹലാലായ കാര്യങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും അള്ളാഹുവിൽ പൂർണ്ണമായി ആശ്രയിക്കുകയും ചെയ്യുക. അള്ളാഹു ഏറ്റവും അനുയോജ്യമായ സമയത്ത് തന്നെ അത് നൽകുക തന്നെ ചെയ്യും. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരം അള്ളാഹുവിൻ്റെ കൈകളിലാണ്. അതുകൊണ്ട് ഹലാലായ കാര്യങ്ങൾക്കായി ആത്മാർത്ഥമായ ദുആ ചെയ്താൽ അള്ളാഹുവിൽ പൂർണ്ണ വിശ്വാസം വെച്ചാൽ അവൻ ഉത്തരം നൽകുമ്പോൾ അത് എപ്പോഴും തൻ്റെ ദാസന് ഏറ്റവും നല്ലത് തന്നെയായിരിക്കും നൽകുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. ഇസ്ലാമിക അറിവുകൾ തുടർന്ന് ലഭിക്കാൻ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അള്ളാഹു നമ്മുടെ എല്ലാ ഹലാലായ ആവശ്യങ്ങളും നിറവേറ്റി തരട്ടെ. പ്രയാസങ്ങൾ എളുപ്പമാക്കി തരട്ടെ. രോഗികൾക്ക് ശിഫ നൽകട്ടെ. കടബാധ്യതയുള്ളവർക്ക് ആശ്വാസം നൽകട്ടെ. നമ്മുടെ ദുആ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ.